നെഹ്റു നിർവീര്യമാക്കിയ വാട്ടർ ബോംബ് ട്രിഗർ ചെയ്തുകൊണ്ട് മോദി സർക്കാർ സിന്ധു നദീജല കരാർ റദ്ദാക്കി. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് ശക്തമായ സന്ദേശം ഭാരതം നൽകി കഴിഞ്ഞു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പാകിസ്ഥാന്റെ പുതിയ ബഹളങ്ങൾ? ഷിംല കരാർ റദ്ദാക്കുമെന്നൊക്കെ അതവിടെ നിൽക്കട്ടെ. ആദ്യം സിന്ധു നദീജല കരാർ. ഭാരതത്തിന്റെ കാരുണ്യം കൊണ്ട് കൊടുത്ത വെള്ളം കുടിച്ച് അതിർത്തിയിൽ തീവ്രവാദികളെ പോറ്റുന്ന ഏർപ്പാടില്ലേ, അത് നിർത്തിയില്ലെങ്കിൽ ആ പൈപ്പ് ഭാരതം ഒന്ന് പൂട്ടിയാൽ എന്താകും അവസ്ഥ? കൃഷിയില്ല, കുടിവെള്ളമില്ല, കരണ്ടില്ല, മരുഭൂമിയാകും എന്നൊക്കെ കേൾക്കുമ്പോൾ സഹതാപം തോന്നുന്നുണ്ടോ? ലവലേശമില്ല. കാരണം ഭീകരതയും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് മോദി സർക്കാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷിംല കരാർ റദ്ദാക്കുമെന്ന് പാകിസ്ഥാന്റെ ഗംഭീര ഭീഷണി. അതൊരു തമാശയാണ്. 1971 നമ്മുടെ മുന്നിൽ നാണം കെട്ട് മുട്ടുകുത്തി ഒപ്പിട്ട കരാറാണത്. അത് റദ്ദാക്കിയാൽ ലോകത്തിന് മുന്നിൽ പരിഹാസ്യരാകുന്നത് പാകിസ്ഥാൻ തന്നെ. അവർ തന്നെ സമാധാന ചർച്ച, വെടിനിർത്തൽ, ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ ഭാരതം മാത്രം മാനിക്കണോ? ഇനി ഭാരത സൈന്യം POKയിൽ കയറിയാലും അവർക്ക് ചോദിക്കാൻ കഴിയില്ല. ഒന്നറിഞ്ഞിറങ്ങിയാൽ POK നമ്മുടെ കയ്യിലിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ ഭാരതം വെള്ളം പൂട്ടിയാൽ പാകിസ്ഥാന്റെ കഥ കഴിയും. ഷിംല കരാർ കീറിയെറിഞ്ഞാൽ അവർ സ്വയം കുഴിക്കുന്ന കുഴിയാകും. എങ്ങനെ നോക്കിയാലും നഷ്ടം അവർക്ക് തന്നെ. മോദി സർക്കാരിന്റെ ഭാരതത്തോട് കളിക്കുമ്പോൾ ഒന്നോർത്താൽ നന്ന്, ഇത് പഴയ ഭാരതമല്ല, തിരിച്ചടിക്കാൻ അറിയാവുന്ന പുതിയ ഭാരതമാണ്.